ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുജനനത്തിന്റെ ആഘോഷവേളയിലാണല്ലോ ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. ദൈവത്തിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ലോകവും മനുഷ്യരും ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ, പരിശുദ്ധമായ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കത്തിന്റെ പാതയിലാണല്ലോ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുജനനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളതാണ്. സമാധാനമില്ലാതെ അലയുന്ന മനുഷ്യനാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ജീവിതയാത്രയിൽ സമാധാനം കണ്ടെത്തുവാനും സമാധാനം ലഭിക്കുവാനുമുള്ള യാത്രയുടെ തിടുക്കത്തിൽ എന്താണ് സമാധാനം എന്നുള്ളത് കൃത്യമായിട്ടും മറന്നു പോകുകയാണ്. സമാധാനം എന്നുള്ള മലയാള വാക്ക് ഒന്ന് പിരിച്ചെഴുതിയാൽ സമം പ്ലസ് ആധാനം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ആധാനം എന്ന വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സംയോജനം എന്ന ഒരർത്ഥം ആധാനത്തിനുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സമമായ സംയോജനമാണ് സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ സമാധാനം എന്ന് പറയുമ്പോൾ വിഷമമില്ല, പ്രയാസമില്ല, എപ്പോഴും സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെ ആണെന്നതിന് വിപരീതമായി സമമായ സംയോജനത്തിലൂടെ അർത്ഥം കടന്നു പോകുമ്പോൾ സുഖം വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അമിതമായ ആഹ്ലാദം വന്നാലും മനസ്സിന്റെ ഒരേ നിലയിൽ കൊണ്ടുപോകുക, ശരിയായി സംയോജിപ്പിക്കുക എന്നാണ് അർത്ഥമെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സമാധാനമാണെങ്കിൽ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും മനസ്സിന് അതൊക്കെ ഒരുപോലെ കൊണ്ടു നടക്കുവാനും അത് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥമായ തിരുപ്പിറവിയുടെ സന്ദേശത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു പക്വതയാർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുജനനത്തിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.